ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ. ശശി തരൂരിന് ചോർ ഇവിടെയും കൂർ അവിടെയുമാണ്. തരൂർ BJP-യിലേക്ക് പോയാൽ കോൺഗ്രസിനൊന്നും സംഭവിക്കില്ല. കോൺഗ്രസ് പുറത്താക്കി രക്തസാക്ഷി പരിവേഷത്തോടെ പോകാമെന്ന ചിന്ത തരൂരിന് വേണ്ടെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. സുനന്ദ പുഷ്കർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അവർ പോലും തരൂരിനൊപ്പം പോകില്ല. തരൂരിനെതിരെ നടപടി വേണമെന്ന് താൻ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കി. പ്രതികരണം: ഒരു മനുഷ്യന് ഒരു ജന്മം ഒരു പാർട്ടിയെ കൊണ്ട് നേടാൻ കഴിയുന്ന പരമാവധി നേടിയെടുത്ത ശശി തരൂരിന് ഇപ്പം എന്താണ് അസ്വസ്ഥത, എന്താണ് അസംതൃപ്തി? അദ്ദേഹത്തിൻ്റെ ചോറിവിടെ കൂർ അവിടെ. അദ്ദേഹത്തിന് വേണമെങ്കിൽ കോൺഗ്രസ് പാർട്ടി വിട്ട് BJP പോകാം. എത്രയോ പേര് പോയവരുടെയൊക്കെ സ്ഥിതി നമ്മളിപ്പോൾ കാണുന്നില്ലേ? അദ്ദേഹത്തിന് പോകാം. പക്ഷേ ഞാൻ BJP ചേരുന്നെങ്കിൽ കോൺഗ്രസ് എന്നെ പുറത്താക്കിയിട്ടേ ചേരൂ എന്ന് വാശി പിടിച്ചാൽ ഈ ജന്മം നടക്കാൻ പോകുന്നില്ല. അദ്ദേഹം താഴത്ത് കാണുമ്പോൾ ഞങ്ങൾ മാനത്ത് കാണും. അതുകൊണ്ട് ഒരു രക്തസാക്ഷി പരിവേഷമൊന്നും അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുക്കത്തില്ല, ചാർത്തത്തില്ല. വിശദാംശങ്ങളുമായി അരുൺ പൂപ്പറമ്പ് ചേരുന്നു. അരുൺ, ശക്തമായ വാക്കുകളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉപയോഗിക്കുന്നത്. ശശി തരൂരിന് ചോറിവിടെയും കൂർ അവിടെയുമാണെന്ന് പലരായി ഇപ്പോൾ ആവർത്തിക്കുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു? പ്രതിരോധത്തിലാക്കുന്ന നിലപാടുകൾ, പ്രതികരണങ്ങൾ ശശി തരൂരിന്റെ ഭാഗത്ത് നിരന്തരമായി ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊന്നും ശശി തരൂരിനെതിരെ എന്തെങ്കിലും ഒരു നടപടിയോ അല്ലെങ്കിൽ സംഘടിതമായി കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരിനെതിരെ പറയുന്ന സാഹചര്യമോ ഉണ്ടായിട്ടില്ല. അത് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ സൂചിപ്പിച്ചതുപോലെ ശശി തരൂരിനെതിരെ എന്തെങ്കിലും ഒരു നടപടിയെടുത്ത് സാഹചര്യം ഒരുക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിലായിരുന്നു ഹൈക്കമാൻഡും അതോടൊപ്പം മുതിർന്ന നേതാക്കളും ഉണ്ടായിരുന്നത്. പക്ഷേ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് നിരന്തരമായി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നിലപാടുകൾ ശശി തരൂരിന്റെ ഭാഗത്തുണ്ടാകുന്നു എന്ന വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം പോകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒടുവിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ എത്തിയ ഘട്ടത്തിൽ രാഷ്ട്രപതി അത്താഴ വിരുന്ന് ഒരുക്കിയിരുന്നു. അതിൽ രാജ്യസഭ, ലോക്സഭ പ്രതിപക്ഷ നേതാക്കളായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖർഗെക്കും ക്ഷണമുണ്ടായിരുന്നില്ല. പാർട്ടിയുടെ നിർദ്ദേശം മറികടന്ന് ശശി തരൂർ അത്താഴ വിരുന്നിൽ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായി. അതിലും മുതിർന്ന നേതാക്കളുടെ പ്രതികരണങ്ങൾ ശശി തരൂരിനെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിനു മുമ്പും രൂക്ഷമായ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിൽ നടപടിയെടുത്ത് ഒരു രക്തസാക്ഷി പരിവേഷം നൽകാൻ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നില്ല എന്ന് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. അതിനപ്പുറത്തേക്ക് രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ചോർ ഇവിടെയും ശശി തരൂരിന് കൂർ അവിടെയുമാണ് എന്ന വിമർശനം ഉന്നയിക്കുന്നു. അങ്ങനെ ഈ നിരന്തരമായി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു. പക്ഷേ ഒരു രക്തസാക്ഷി പരിവേഷം നൽകി BJP-യിലേക്ക് ശശി തരൂരിനെ അയക്കാൻ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകില്ല എന്ന നിലപാടാണ്, അത്തരത്തിലുള്ള പ്രതികരണമാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. ശശി തരൂരിന്റെ സമകാലികമായ പ്രവർത്തികളിൽ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ പ്രത്യക്ഷത്തിൽ വന്ന് ഞെട്ടിക്കുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണവും വിശദാംശങ്ങളുമാണ് നമ്മൾ കേട്ടത്.